Tali Eternal Wedding Collections by Chungat Jewelry. ഇന്ത്യ ഈസ് വൺ. യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അത് പ്രാവർത്തികമാക്കണം അത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 370 ആർട്ടിക്കിൾ പോയപ്പോൾ എന്തായി? ഒന്നും സംഭവിച്ചിട്ടില്ല, സ്മൂത്തായിട്ട്. ഇനി നമുക്ക് ആ പഴയ കാശ്മീർ കിട്ടും. ആ പടം ഞാൻ തുടങ്ങിയത് മോഹൻലാലിനെ വെച്ചിട്ട്. രാജ്യത്തിന് നല്ലതെന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അത് വിചാരിച്ച് ഞാൻ BJP-കാരനാണെന്നുള്ളത് നിങ്ങൾ പറയരുത്. ഒരു സൈഡിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വേണം, എനിക്ക് ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വാപ്പ മരിച്ചുപോയി അവിടെ നിന്നുള്ളത് ഒരു സൈഡിൽ അത് പറയുന്നു. രണ്ടാമത് നടന്ന് സേവ് ലക്ഷദ്വീപ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് വേണ്ട, ഡെവലപ്മെൻറ്റ് വേണമെന്നും പറയാം. രണ്ടും ഒരാൾ തന്നെയാണ് പറയുന്നത്. ശരിക്കും നമ്മുടെ രാജീവ് ഘാതകരെ നേരിട്ട് അവരുടെ കമാൻഡ് ഓപ്പറേഷനിലൂടെ നളിനി ശിവരക്ഷൻ ഇത് നേരിട്ട് അനുഭവിച്ച ഒരു ജീവിതം ഉണ്ടായിരുന്നു മേജർ രവി ആസ് എ കമാൻഡിങ് ഓഫീസർ എന്ന നിലയിൽ. പിന്നീട് അത് സിനിമയായി മാറി. മിഷൻ 90 ഡേയ്സ് ചെറിയ മാറ്റങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി. ഒരുപക്ഷെ ആ യഥാർത്ഥ ജീവിതത്തിലും സിനിമയിലും എന്ത് സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് വരുന്ന മമ്മൂട്ടി എന്ന് പറയുന്നത് മറ്റൊരു മഹാനടനാണ് അല്ലേ? എന്തായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ? ആ സിനിമയ്ക്ക് മേജർ മഹാദേവനല്ല വേണ്ടത്. കാരണം അവിടെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് അവിടെ ഒരു CBI ടച്ച്. കാരണം ഈ എൻ്റെ ക്യാരക്ടർ CBIയുടെ കൂടെയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ CBIയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് രാജു സാറിൻ്റെ, എൻ്റെ മനസ്സിനകത്ത് രാജു സാർ എന്ന് പറയുന്നതാണ് ആ പടത്തിൻ്റെ ഹീറോ. രാജു സാറിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ ഉണ്ട്. അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനെന്ന ക്യാരക്ടർ, മമ്മൂക്കാൻ്റെ ക്യാരക്ടർ അവിടെ ഉള്ളത്. അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അവിടേക്ക് എനിക്ക് തോന്നിയത് മമ്മൂക്കയാണ് അതിന് പെർഫെക്ഷൻ. കാരണം ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡും എലോങ് വിത്ത് ദ കമാൻഡോ ടച്ചും, പിന്നെ അതിനകത്തുള്ള ചില ഡയലോഗ് ഡെലിവറി ഉണ്ട്. അതാ മമ്മൂക്കയുടെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ നമ്മൾ CBI ഡയറിക്കുറിപ്പൊക്കെ കണ്ടിട്ട് അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആ കഥ ആലോചിച്ചപ്പം അത് മമ്മൂക്ക തന്നെ എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ കഥ മമ്മൂക്കയായിട്ട് സംസാരിക്കുന്നത്. ആൻഡ് മമ്മൂക്കയും ഇന്നും പറയുന്നുണ്ട്, പലപ്പോഴും കാണുന്നത്, എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ബെസ്റ്റ് ഫിലിംസ് മിഷൻ 90 ഡേയ്സിൽ. അപ്പം മിഷൻ 90 മമ്മൂക്ക അതാണ് പറഞ്ഞത്. മമ്മൂക്ക പറഞ്ഞത് എൻ്റെ ചില ഫാൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണെന്നുള്ളത് മമ്മൂക്ക പറയുന്നത്. മമ്മൂക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഒറിജിനലി ശരിക്കും ആ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അത് തന്നെയാണോ ശരിക്കും സംഭവിച്ചത്? അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരെ വിളിച്ച് ഞാൻ മമ്മൂക്കയെ കൊണ്ട് ശിവരാസിനെ ആ പടത്തിനകത്ത് വെടിവെച്ച് കൊല്ലിച്ചാൽ ഹീറോയിസം വർക്കൗട്ടായാലും ഹീറോയിസം വർക്കൗട്ടാവും. പക്ഷെ ഞാൻ കഥയിൽ നിന്ന് ഡീവിയേറ്റ് ആയിപ്പോയി. എൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള കഥ പറച്ചിലുണ്ട്. ഇപ്പം കീർത്തിചക്ര 100% സത്യസന്ധമായിട്ടുള്ളൊരു കഥ പറച്ചിലാണ്. ഞാൻ കൊന്നതാണ് ആ 7 പേര്, ഞാൻ കേട്ടതാണ് ആ റേപ്പിൻ്റെ കഥ. അപ്പോൾ അതിനകത്ത് ഒരു എക്സാജറേഷനുമില്ല. ചിലത് ഡീവിയേഷൻ, ഇപ്പം ജീവ മരിച്ചു എന്നത് അതെനിക്കൊരു കഥയ്ക്ക് ഒന്ന് ടച്ച് ചെയ്യാനും ഒരു പെട്രിയോട്ടിസം വളർത്താനൊക്കെ അതൊക്കെ. പക്ഷേ അതിൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നത് ആ റേപ്പും ആ 7 പേരെ കൊന്നതും ആ ഉമ്മയുടെ കഥയും, അതാണ് അതിൻ്റെ ജിസ്റ്റ്. ബാക്കിയുള്ളൊക്കെ ഫ്രിൽസ് ഉണ്ടായിരിക്കും. പിന്നെ സന്തോഷ് ജോഗിയുടെ ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, അവൻ മരിച്ചിട്ടില്ല. പക്ഷെ ഞാനതിൽ കൊല്ലുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഖുദാസയും മന്നത്തെ പാട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഇന്നും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നോ, അവനത് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് അത് മരിച്ചു പോയിട്ട് അവന് കേൾക്കാനായിട്ട് പറ്റിയതുമില്ല. അതിൻ്റെ മലയാള അർത്ഥമാണ് കുറച്ചും കൂടി തീവ്രം. അതായത് ദൈവമേ നീ എനിക്ക് എൻ്റെ പഴയ ആ ഭൂമിയെ തിരിച്ചു തരുമോ എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? ഒരു പക്ഷേ ഇത്രയും ആ പാട്ടിൻ്റെ ഒരു സീക്വൻസ് കുറേ പട്ടാളക്കാരുടെ ഇടയിലിരുന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കാശ്മീർ അത് ആരെഴുതിയാണ്? ഖുദാസെ മന്നത്തെ മേരി ലൊട്ടാതെ ജന്നത്തോ മേരി. ഒരുപക്ഷെ പ്രവചനാതീതമായ സ്വഭാവം ഉണ്ട് അതിനകത്ത്. എനിക്ക് ആ പഴയ ഭൂമി തിരിച്ചു തരുമോ? ഇപ്പോഴത്തെ കാശ്മീരിൻ്റെ ഒരു ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കുറേ മാറിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പം മാറി. പക്ഷെ അന്ന് ഞാനൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഭീകരമായിരുന്നു. കാരണം ആ മനോഹാരിത മാറിയിട്ട് അതിനകത്തൊരു
പണത്തിൻ്റെ മണവും ഇതെല്ലാം കൂടെ കാശ്മീരിന് എന്തോ ഒരു ശരിയല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. അതാണ് നമ്മൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിച്ചത്. അത് മാറുന്നുണ്ട് ഇപ്പം മാറിയിട്ട് കാശ്മീരിൻ്റെ ആ പഴയ മനോഹാരിത വരാൻ തുടങ്ങി. അതിൽ നമ്മൾ വി ഷുഡ് താങ്ക് അവർ ചേഞ്ച്ഡ് ഗവൺമെൻറ്റ്സ്. ആ കാര്യത്തിൽ ഞാൻ മോദി ഗവൺമെൻറ്റിനെ ഞാൻ വളരെയധികം സല്യൂട്ട് അടിക്കുന്നു. 370 ആർട്ടിക്കിൾ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയാണ് സുരേഷ്. അതിനിടയിൽ നിങ്ങൾ എന്തിനാണ് ഈ ജാതിക്കും മതത്തിനും വേണ്ടിയിട്ട് 10 നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതേപോലെ ഇനി മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേക്കട്ട് വരാൻ വരേണ്ട ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞാണ് റിസർവേഷൻ എന്ന് പറയുന്നത് ഈ ജാതിപരമായിട്ടുള്ള റിസർവേഷൻസ് 10 വർഷത്തിന്. അംബേദ്കർജി പറഞ്ഞതാണത്. അത് വോട്ടിന് വേണ്ടി ഇത്രയും വർഷമായിട്ട് ഇത് മാറ്റിയിട്ടില്ല. ഈ റിസർവേഷൻ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾ ആരും അറിയുന്നില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ ഈക്വാലിറ്റി വരും. അത് മാറുമായിരിക്കും. ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമേ അത്രയേ ഉള്ളൂ. അതിനെ നിങ്ങളൊരു സിസ്റ്റമാക്കി മാറ്റി അതൊരു ഡിമാൻഡാക്കിയിട്ട് മാറ്റരുത്. ഒരു രാജ്യത്തിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ടാവരുത്. ഒരു സ്റ്റേറ്റിൽ പോകാൻ പാടില്ല, അവിടെ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, അവിടെ പോകണമെങ്കിൽ മറ്റേ ഇന്ത്യ ഈസ് വൺ. യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അത് പ്രാവർത്തികമാക്കണം അത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് 370 ആർട്ടിക്കിൾ പോയപ്പോൾ എന്തായി? ഒന്നും സംഭവിച്ചിട്ടില്ല, സ്മൂത്തായിട്ട്. ഇനി നമുക്ക് ആ പഴയ കാശ്മീർ കിട്ടും. ദൈവത്തിൻ്റെ പ്രാർത്ഥന. ഖുദാസേ മന്നത്തെ മേരി ലോട്ടാതെ ജന്നത്തോ മേരി, ആ സ്വർഗം എനിക്ക് തിരിച്ചതാ എൻ്റെ ദൈവമേ എന്നുള്ളതാണ്. അത് കിട്ടും. പക്ഷേ പിന്നെ മേജർ രവിയുടെ പട്ടാള സിനിമകളിൽ വളരെ ഒരു പൊയറ്റിക് അനുഭവം സമ്മാനിച്ച പടം പിക്കറ്റ് 43, പൃഥ്വിരാജ് നായകൻ. അവിടെ വേറൊരു നായക സങ്കല്പത്തിലേക്ക് വരുന്നു. അവിടെയും മാറി. അവിടെ മാറാൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് രാജു തന്നെയാണ് അതിൻ്റെ ആപ്റ്റ്. പക്ഷേ ആ പടം ഞാൻ തുടങ്ങിയത് മോഹൻലാലിനെ വെച്ചിട്ടായിരുന്നു. അത് പുതിയ അറിവാണ്. അത് കാരണം ഞങ്ങൾ കർമ്മയോദ്ധ കഴിഞ്ഞ് പിന്നീട് പ്ലാൻ ചെയ്ത പടം എന്ന് പറയുന്നത് ഈ പടമായിരുന്നു. അപ്പോൾ ലാൽ പറഞ്ഞു, ഞാൻ ഈ കഥ പറയുമ്പോൾ ലാലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, പ്ലാൻ ചെയ്യില്ല ചെയ്യാം. അപ്പോൾ ആ കഥ എഴുതിയത്, അതിൽ ഇൻട്രൊഡക്ഷനൊക്കെ അത് ഞാൻ 4 ദിവസം കൊണ്ട് എഴുതി തീർത്താണ്. ഞാനും ഒരു ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. അവനെ എവിടെയോ പണിയെടുക്കുന്നത്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇടാ നീ പെട്ടെന്ന് വന്നേ, എനിക്കൊരു കഥ എഴുതാനുണ്ട്. അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ പോയി തേക്കടി പോയിരുന്ന് 4 ദിവസം കൊണ്ട് പടം കംപ്ലീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ട് വന്നു. തൊടുപുഴയിൽ ദൃശ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കഥയും പറഞ്ഞ് ഓക്കേണ്ട പ്ലാൻ ചെയ്തു തന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി പോന്നു. അന്ന് മഹാസുബൈറായിരുന്നു ഈ പടം ഷൂട്ട് ചെയ്യണമെന്ന്. പക്ഷേ അമീദിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പം ലാൽ സാറ് വിളിച്ചു രാത്രി 11 മണിക്ക്. അണ്ണാ, ഈ മേജർ മഹാദേവൻ പെട്ടെന്നൊരു ഹവൽദാർ മഹാദേവൻ ആയിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ മഹാദേവൻ പോവില്ലണ്ട. ഞാൻ പറഞ്ഞത് ഞാൻ 100% എഗ്രി ചെയ്യാണ്. പക്ഷേ എൻ്റെ സെൽഫിഷ്നെസ്സിൻ്റെ മുകളിൽ മാത്രം ഞാൻ മഹാദേവനെ വെച്ച് കൊണ്ടുപോകായിരുന്നു. ആക്ച്വലി അണ്ണനിൽ ഫിറ്റാവില്ല എന്ന് പറഞ്ഞു. ലാൽ ഇങ്ങോട്ട് പറഞ്ഞതിന് ഞാനങ്ങ് എഗ്രി ചെയ്തു. അല്ല ഞാനതിനെ, കാരണം ലാലിൻ്റെ മനസ്സിനകത്ത് അത് വന്നു. ഇനിയിപ്പം ഞാൻ പിടിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന ലാലിൻ്റെ മനസ്സിനകത്തും വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ വിട്ടേക്കത്. അണ്ണൻ്റെ മനസ്സിനകത്ത് ആരായിരിക്കും ആ ക്യാരക്ടറിന് ബെറ്റർ എന്ന് ചോദിച്ചു. അതെന്നാ ചോദിച്ചു. ഞാൻ മൂപ്പരോട് ചോദിച്ചു. അപ്പം പറഞ്ഞ അണ്ണാ, ഇത് രാജുവിനെ പോലുള്ള ആ ഒരു റേഞ്ചിൽ പിടിച്ചു നോക്കുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെയാണ് നമ്മൾ രാജുവിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് ഓക്കെ ആയി. രാജു അത് കേട്ടോന്നെ പിന്നെ എഗ്രി ചെയ്തു. അതിൽ രാജു പറഞ്ഞു, ആണാ രവിയുടെ എനിക്ക് ഇത്രയും ഹീറോയിസ് ഇല്ലാതെ കുറച്ചൊരു പേടി ഉള്ളൊരു ക്യാരക്ടറായിട്ടത് മാറ്റണം. ഒരു പ്രശ്നമില്ല.
അങ്ങനെയാണ് രാജുവിൻ്റെ ക്യാരക്ടർ ഒരു പേടി ഉള്ള ക്യാരക്ടറായി വന്ന് പിന്നെ അവസാനം ലാസ്റ്റിൽ ഹീറോ ആയിട്ട് മാറുന്നത്. അത് നല്ലൊരു സജഷനായിരുന്നു രാജുവിൻ്റെത്. രാജുവിൻ്റെ ഭാഗത്തുണ്ടായതാണത്. ഉണ്ടായ സജഷനാണ് അത്. ഇപ്പം മാറ്റാൻ ഒരു ദിവസം വേണ്ടി വന്നുള്ളൂ. ഒരു ചെറിയൊരു ഡൈല്യൂഷൻ, അതാണ് ആ സിനിമയുടെ ഒരു മാറ്റം. രാജുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സജഷനും അതുകൊണ്ട് ആ സിനിമയ്ക്ക് അപ്ലിഫ്റ്റ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഭയങ്കര രസമാണ്. ഒരു പേടിത്തോണം പിക്കറ്റ് പടത്തിൽ അയ്യോ ഞാൻ പോവില്ല അങ്ങനെയുള്ള ആൾ പിന്നെ തിരിച്ച് ലാസ്റ്റിൽ എന്നെ പറ്റുമെങ്കിൽ എന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചെങ്കിൽ എങ്ങോട്ട് പിക്കറ്റ് പടത്തിൽ അവിടെയാണ് രഞ്ജിത്ത് പണിക്കർ സല്യൂട്ട് അടിക്കുന്നത്. ഒരു ജവാനെ സല്യൂട്ട് അടിക്കാൻ ഒരു ഉയർന്ന ദിവസം. അതുകൊണ്ടാണ് ഞാൻ ആ കേണലിനെ കൊണ്ട് ഒരു ജവാനെ സല്യൂട്ട് അടുപ്പിച്ചത്. കാരണം what the hell man, ഈ പിക്കറ്റ് ഫോർട്ട് പോകാൻ വേണ്ടി മടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പോകാത്തടത്ത് അവിടെ നിന്ന് തല്ലും കിട്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് നീ ലീവിന് പോയിക്കോ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ലീവിന് പോയിട്ട് കാര്യമില്ല സർ, എൻ്റെ അമ്മയില്ല, എന്നെ പറ്റുമെങ്കിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു. എവിടേക്ക്? പിക്കറ്റ് ഫോർട്ട്. ആൻഡ് ഈ സല്യൂട്ട്സ്. അതൊക്കെയാണ് ആ കഥയുടെ ഒരു പോയിട്രിക്കൽ എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. വിഷ്വലും ഭയങ്കരമാണ്. അത് ആ ഒരു ലൊക്കേഷൻ അങ്ങനെയാണത്. അത് ഞാൻ അത്രയും മനസ്സിനകത്ത് കണ്ടിട്ട് പോയെടുത്താണ്. എൻ്റെ സുഹൃത്ത് ബ്രിഗേഡിയർ പ്രമോദ്, അവൻ മരിച്ചുപോയി പാവം, ക്യാൻസറായിട്ട്. അവനായിരുന്നു എൻ്റെ ഫുൾ സപ്പോർട്ട് തന്നതും അവൻ്റെ ലൊക്കേഷൻ പോയി ഷൂട്ട് ചെയ്തതും. വളരെ അപൂർവമായൊരു ഒരു ക്രെഡിറ്റിന് കൂടി മേജർ രവി അർഹനാണ്. കാരണം അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഇതിഹാസത്തെ കൊണ്ട് മലയാളം അദ്ദേഹം പറഞ്ഞില്ല, ഒരു മലയാള സിനിമയിൽ മലയാള സിനിമയിൽ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ശരിക്കും അദ്ദേഹത്തിലേക്ക് എങ്ങനെയാണ് അത് വന്നത്? അങ്ങനെ അത് വരാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? അത് അങ്ങനൊരു ക്യാരക്ടർ വന്നപ്പം, ഒരു അച്ഛൻ എന്നുള്ളത് വന്നപ്പോൾ ഞാൻ ലാലിനോട് പറഞ്ഞു, അണ്ണാ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ അത് തുടക്കത്തിൽ തന്നെ ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര വാല്യൂ ആയിരുന്നു. ഈ ഒരു അച്ഛൻ, മകനെ നഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ്റെ ക്യാരക്ടറാണ് മെയിൻ. മകൻ പോയി, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെ റിസീവ് ചെയ്യുന്നൊരു അച്ഛനുണ്ടല്ലോ, അത് അമിതാഭ് ബച്ചൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും വേറൊരു ഡയറക്ടർക്ക് ചിന്തിക്കാനില്ല. ഒരാര് ചെയ്താലും അത് ശരിയാവില്ല. അങ്ങനെ അത് അപ്രോച്ച് ചെയ്തു അദ്ദേഹത്തെ. അത് ലാൽ സാറിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ആയപ്പോഴത്തേക്കും ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിനകത്ത് അദ്ദേഹം പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. ആ കഥ കേട്ടു, ഓക്കെ റെഡി ഒന്ന്. പിന്നെ അത് എവിടെയോ ഒരു, കാരണം അതിനകത്ത് ഈ ലാസ്റ്റിലൊക്കെ ഡയലോഗ് എന്നൊക്കെ പറയുന്നത് ഈ ഹിന്ദിയിൽ വരുമ്പോൾ മലയാളി ഓഡിയൻസിന്, ഇപ്പോൾ ഹിന്ദിയിൽ ആ പടം ഡബ് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വാട്ട് ഓഫ് ഫിലിം യാർ എന്നൊക്കെ ചോദിച്ചിട്ട്. ക്ലൈമാക്സ് ഇടയ്ക്കൊക്കെ പലയിടത്തും പാളിച്ചകൾ, ആ ട്രെയിനിങ്ങിൻ്റെയൊക്കെ കുറച്ച് വല്ലാതെ വലിച്ചു നീട്ടിയാന്നുള്ളത്. പക്ഷെ ആ ഏരിയയിൽ അമിതാഭ് ബച്ചനും മോഹൻലാലും ഇറ്റ്സ് എൻ അമേസിങ് കോമ്പിനേഷൻ. ഞാൻ കേട്ടിട്ടുള്ളതാണത്. ഞാൻ ആ ലൊക്കേഷനിൽ വന്നിട്ടാണ്, ഊട്ടിയിൽ. ഈ സീനിൽ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, പിന്നെ മേജർ മഹാദേവൻ ഇദ്ദേഹമാണ്, എൻ്റെ മകൻ ആ സമയത്ത് പേടിച്ചിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കറക്റ്റ്. അപ്പോൾ ഇത് താങ്കൾ പറഞ്ഞിട്ട് വളരെ വൈകാരികമായി മാറുന്ന സന്ദർഭത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ, സാർ ഞാനും ചോദിച്ചോട്ടെ എൻ്റെ ആ മകൻ്റെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾക്ക് ഇതായിരുന്നു, സന്തോഷത്തോടെ ചെയ്യാം, അത്രയും ധീരനായിരുന്നു. എനിക്ക് ആ ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ടാണ്, എങ്കിലും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ രംഗം പറഞ്ഞു കൊടുക്കുമ്പോൾ താങ്കൾ വളരെ വൈകാരികമായ ഒരു രൂപത്തിലേക്ക് മാറുന്നതിനും ഞാൻ സാക്ഷിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പല സീനുകളും എന്നെ തന്നെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കും. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, ആ പൊസിഷനിലായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് ഞാനൊരു കഥയിൽ ഞാൻ ഇൻവോൾവ് ആവുന്നത്. എൻ്റെ സിനിമകളിൽ ഒരമ്മയാണെങ്കിലും ഒരച്ഛനാണെങ്കിലും എല്ലാവർക്കും ഈ പ്രാധാന്യം അത് എന്നിലൂടെ പോകുന്നതായിരിക്കും. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വികാരം എന്തായിരിക്കും, എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുമോ, എൻ്റെ അച്ഛൻ അങ്ങനെ പറയുമോ, എൻ്റെ അമ്മ ഇങ്ങനെ കരയുമോ, ഇതൊക്കെയാണ് ഞാനൊരു സീൻ എഴുതുന്ന സമയത്ത്. അത് തന്നെയായിരുന്നു അമിതാഭ് ബച്ചൻ എന്നുള്ള വ്യക്തിക്ക് ഞാൻ ആ ഡയലോഗ് ഇട്ടുകൊടുക്കാൻ തന്നെ. അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു.
പറയുമ്പോഴും കാര്യമായ സീനാണതല്ലേ. ഒട്ടി കാരണം അപ്പുറത്ത് ചിത എരിയുന്നുണ്ട്, ആ ചിതയുടെ ഒരു തീക്കനൽ ഇങ്ങനെ ഒരു ഇതുണ്ട് അതിൽ വെച്ചിട്ട് അദ്ദേഹം പറയുന്ന ഭയങ്കര സൈലൻസ് ഉണ്ട്. അത് അത് അതൊക്കെ അവിടേക്കാണ് അമിതാഭ് ബച്ചൻ. അത് മുപ്ര പറയുന്നൊരു രീതിയുണ്ടല്ലോ, ഫേസ് പേ കൈ ഡർത്താക്കിയ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. ലാല് സല്യൂട്ട് അടിച്ചുകൊണ്ട്, നോ സർ, യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ സൺ. When he died, was there any fear on his face? No, sir. You can be proud of your son. Jai Hind. അത് രണ്ടും കൂടെ നിൽക്കുന്ന സമയത്തുള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റൻസിറ്റി അവിടെ മനസ്സിലാക്കുക, ഈ രണ്ടും എന്താണെന്നുള്ളത്. രണ്ടും കൂടെ നിന്നിട്ടുള്ള ആ ഒരു ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുന്ന സമയത്താണ് അത് ഫീൽ ചെയ്യുന്നത്. അതിങ്ങനെ തന്നെ ആയിരുന്നു തോന്നുന്നു അല്ലേ, എൻ്റെ അർത്ഥം അല്ലേ അതായിരുന്നത്. പക്ഷേ സിനിമയുടെ ഈ ഡയറക്ടറായി ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒരു നല്ല നടനായിരുന്നു. നടനായിട്ടാണ് മേഘം, നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. പലർക്കും അറിയില്ല, ചെയ്തിട്ടുണ്ട്. പ്രിയന്റെ പെണ്ണുങ്ങൾ മാത്രമുള്ള പടം, രാക്ലിപ്പാട്ടിൽ ഒരേ ഒരു ആൺ കഥാപാത്രവും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ നടനാവാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു, സംവിധായകനല്ല. അല്ല, കാരണം നമ്മൾ അന്നൊക്കെ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ സുന്ദരനാണെന്ന് തോന്നുന്നു, നമുക്കും അഭിനയിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ തോന്നൽ അങ്ങനെ. പക്ഷേ അപ്പൊക്കെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് പ്രിയേട്ടൻ പറയുന്നത് അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഡയറക്ടർ പറയുന്നത്. ഇപ്പോഴത്തെ അഭിനയം എന്ന് പറയുന്നത് ഇപ്പം ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമയിൽ അവിടെ നമുക്ക് ഫ്രീഡം തന്നിരിക്കുകയാണ്. മറ്റേത് അവർ പറയും ഈ ഡയലോഗ് ഇന്നത് അതെങ്ങനെ എന്നുള്ളത്, ഓക്കെ നമ്മളും പേടിച്ചുകൊണ്ട് അത് ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് പോലീസ് വരും, സാറ് കമ്മീഷണറാണ്, ഷൈൻ്റെ സ്വഭാവമാണ്, പിന്നെ ഇതാണ് സാറിപ്പോൾ ആകെ പ്രാന്തിൽ കലിപ്പിലാണ്, സാറിന് തോന്നിയ പറഞ്ഞു ആക്കിട്ടോക്കി പോയി. പിന്നെ ഡയലോഗൊന്നുമില്ല. അപ്പം ഞാൻ വെച്ചാൽ ഡയലോഗ് ഇല്ല, സാറ് ഇതാണ് സംഭവം, വാക്കി ടോക്കി പോയിരിക്കുന്നു, ഇനിയിപ്പം അവനെ എന്താ ചെയ്തു. അപ്പം എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വിത്ത് ദ ഫ്രീഡം ഓഫ് ദ ഡയറക്ടർ എന്ന് വരുന്ന സമയത്ത് അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു. പെട്ടെന്ന് ആൾക്കാർ നോക്കുന്നത് ഇത് ഭയങ്കര റിലാക്സ് ആയിട്ട് വന്നിരിക്കുന്നല്ലോ എന്നുള്ളത്. അതിനുശേഷമാണ് എനിക്ക് അഭിനയിക്കാനുള്ള വേറെ ചാൻസുകൾ യാ. അപ്പം അത് വരുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കും. ഇപ്പം ഞാനൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, താത്വിക അവലോകനം. അതിൽ ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടി ആസ്പയറിങ് MLA ആണ്. ഞാനത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ചിരി വരെയാണ് ഇത് കാണുന്നത്. അത് ശരി, ഇത്രയും റിലാക്സ് ആയിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത്. അപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീഡം കിട്ടുന്ന സമയത്തും പ്ലസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളെ ആളുകൾ നടനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും. നേരെ മറിച്ച് പണ്ട് അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്, പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ട, ഒരു ചാൻസ് വരുമെന്ന്. അഭിനയമായിരുന്നു. പിന്നെ എന്നിട്ട് ഡയറക്ടർ ആയിപ്പോയി. അപ്പോൾ അതിൽ സക്സസ് ഉണ്ടായി, അവിടെ അതൊരു ലൈനിൽ പോകുന്നു. ഇപ്പുറത്ത് ഇപ്പോൾ ഈ അഭിനയം കൂടെ വന്ന സമയത്ത് ഐ എം എൻജോയിങ് ഇറ്റ്. യു ആർ ഇൻ ദ സിനിമയിലുണ്ട്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അഭിനയിക്കാൻ പോകുന്ന സമയത്ത് പൈസയൊക്കെ തരുന്നുണ്ട്. മറ്റത് അഭിനയിക്കാൻ പോയ പൈസ ഒന്നും കിട്ടില്ലായിരുന്നു. നമ്മളെന്തോ അവർക്ക് ഔദാര്യം ചെയ്ത പോലെയായിരുന്നു. ഇപ്പം അഭിനയിക്കാൻ പോകുമ്പോൾ പൈസ കിട്ടും. അപ്പോൾ ക്യാരവനുണ്ട്, ടെൻഷനില്ല, ചായ കിട്ടും, ജ്യൂസ് കിട്ടും. നടൻ്റെതായിട്ടുള്ള ഭയങ്കര സന്തോഷം. അല്ല, സംവിധായകന് അതിൻ്റെ റിസ്ക്കും ഭയങ്കര സംഭവമുണ്ട്. നടന് ആ റിസ്ക്കൊന്നുമില്ല. അവിടെ പോയി പെയിൻ്റ് അടിച്ചു. അപ്പം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ തന്നെ മേക്കപ്പ് കിറ്റ് കൊണ്ടു നടക്കും. നമ്മുടെ മാക്കൻ്റെ ഒരു സാധനം അത് ടച്ച് ചെയ്തൊക്കെ നമ്മൾ റെഡി ആണ്, എപ്പോഴാச்சுം വിളിച്ചോ. അപ്പം അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. ഇപ്പം മേക്കപ്പൊക്കെ തന്നെ ഇടാനറിയാം, ആരുടെ ആവശ്യമില്ല. പക്ഷെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പണി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ 3 വർഷമായിട്ട് പടമൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ തുടങ്ങണപ്പോൾ അതിൻ്റെ കഥയൊക്കെ റെഡിയായി. ബട്ട്
സിനിമ ശരിക്കും ആക്ടിങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Enjoy. ഒരു നല്ലൊരു കഥാപാത്രം കിട്ടണമെന്നൊരു ആഗ്രഹം എപ്പോഴും. അതെ, അത് ഏതൊരു നടനും ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഗ്രഹമുള്ളൊരു കഥാപാത്രം ഏതാണ്? See, I need to do something where you perform. ആ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ കൂടെ ആ കാണുന്നവൻ്റെ കണ്ണ് നിറയാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അവനെ ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അവന് രൗദ്രഭാവം കൊടുക്കാൻ പറ്റുമെങ്കിൽ, അവൻ്റെ വികാരങ്ങളെ ഉണർത്താൻ പറ്റുമെങ്കിൽ, അവിടെയാണ് ഒരു നടൻ എന്നുള്ള ആൾക്ക് പെർഫോം ചെയ്യാൻ ഓർഗനൈസേഷൻ വരും. യെസ്. അല്ലാതെ നിങ്ങൾ പറയുന്ന ഡയലോഗ് ഞാൻ പറഞ്ഞ് ഞാനങ്ങ് പോയി എന്നോ. എന്നെ കണ്ടിട്ട് മറ്റവൻ അവിടെ ഇരുന്ന് പോകണം സ്ക്രീനിൽ. ഈ നോട്ടം, അയ്യോ. മറ്റത് എത്രയോ ആൾക്കാർ അഭിനയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു സീനിൽ നമ്മൾ ഇരുന്ന് പോയി ചിത്രത്തിൽ. അതല്ലാതെയും പല സ്ഥലങ്ങളിലും പലതും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് ആ കട്ടിലിൻ്റെ അതും പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്ന ആ കൊല്ലാൻ എന്ന് പറഞ്ഞാൽ അത് നിസ്സഹായതയുടെയൊക്കെ അൾട്ടിമേറ്റാണ് കാണിച്ചു തരിക എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മനസ്സിനകത്തോട്ടും കയറി ചെല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ, അവനവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട്. പട്ടാള ജീവിതം, സിനിമ, ഏറ്റവും നിലവിലുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ താങ്കളുടെ സാമൂഹ്യ വിഷയങ്ങളിലൂടെ ഇടപെടലുകളാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് താങ്കളൊരു BJP അനുഭാവിയാണ് എന്നുള്ളതാണ്. പല നിലപാടുകളോടുള്ള താങ്കളുടെ ഒരു പിന്നെ യോജിപ്പുള്ള സംസാരം, ഇപ്പം നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 370, അതുപോലെ ഈ പൗരത്വ നിയമം, ഈ വിഷയങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങളാണോ ഒരുപക്ഷെ താങ്കളൊരു BJP-കാരനെന്ന് തോന്നിപ്പിക്കുന്നത്, അതോ ശരിക്കും താങ്കൾ BJP-കാരനാണോ? നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയും ഞാൻ. അത് BJP-ക്കാർ ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ഞാൻ അത് തന്നെ പറയും. കമ്മ്യൂണിസ്റ്റ് ചെയ്താലും നല്ലത് തന്നെ പറയും. ഇപ്പം 370 ആർട്ടിക്കിൾ ഞാൻ പറയുന്നത് രാജ്യത്തിന് നല്ലതാണ്. നാഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ CAA എന്നൊക്കെ പറയുന്നത് പലരും പൊളിറ്റിക്കലി അതിനെ എതിർക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അത് സെക്യൂരിറ്റിക്ക് ആവശ്യമാണെന്നുള്ളത്. അത് BJP ചെയ്തുകൊണ്ട് ഞാൻ BJP-നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ രാജ്യത്തിന് നല്ലതെന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അത് വിചാരിച്ച് ഞാൻ BJP-കാരനാണെന്നുള്ളത് നിങ്ങൾ പറയരുത്. കാരണം ഇപ്പം ഇവിടെ കേരളത്തിൽ BJP-ക്കാർ കാണിച്ചിരിക്കുന്ന കള്ളത്തരവും വെട്ടിപ്പും ഇതെല്ലാം കൂടെ ഇപ്പം എല്ലാവരും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. കുഴപ്പണം, മറ്റേതാണ്. ഈ മാതിരി പോക്കണത്തരങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് BJP-നെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഞാൻ BJP-നെ എതിർക്കുകയും ചെയ്യും. നിങ്ങൾ കള്ളത്തരം കാണിച്ചാൽ ഞാൻ എതിർക്കും. അപ്പോൾ എന്നെ നിങ്ങൾ വേറെ പാർട്ടിക്കാരനായിട്ട് കണക്കാക്കും. ആ സമയത്ത് നിങ്ങൾ പറയും, ഓക്കെ, ഇയാളിപ്പോൾ കോൺഗ്രസിൻ്റെ സ്റ്റേജിൽ പോയി എന്ന് പറഞ്ഞ് എന്നെ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇവരൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരാണ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ, രാമേന്ദ്രനൊക്കെ ആയിട്ട് എനിക്ക് എത്രയോ വർഷത്തെ പഴക്കമുള്ളതാണ്. എൻ്റെ മണ്ഡലത്തിൽ വരുന്ന സമയത്ത് രവി നീ വാ എന്ന് പറഞ്ഞാൽ ഞാൻ പോവും. എനിക്കൊരു പാർട്ടിയെപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ പോകുന്നത്. ഞാനവിടെ പോയി സംസാരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, കമ്മ്യൂണിസ്റ്റ് ഭരിച്ച സമയത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അതിനെ നിങ്ങൾക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ ഇവർക്ക് കൊടുക്കണം എന്നുള്ളത് പറയും. അത് ഞാൻ BJP-ക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ BJP-ക്ക് സംസാരിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാരനായി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഇന്നേ വരെ ഞാൻ ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഞാൻ ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും നിങ്ങളുടെ പാർട്ടിക്കാർ ചെയ്താൽ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പാർട്ടി കാഡറാണ്, പിന്നെ നിങ്ങൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, എന്നിട്ട് വേണം എന്നെ ഇതാക്കാൻ. ഇല്ല, ഞാൻ പുറത്തു നിന്നുകൊണ്ട് എന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാൻ ആ പാർട്ടിയുടെ കൂടെ നിൽക്കാം. അപ്പം നാളെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിളിച്ചിട്ട് പറയാണ്, രവി നീ ഞങ്ങളുടെ കൂടെ നിൽക്കുക, മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും ഞങ്ങളുടെ ആശയങ്ങളുമായിട്ട്, നിങ്ങളുടെ ആശയങ്ങളല്ല, നിങ്ങൾ നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ കൂടെ നിൽക്കാം, ഞാൻ ഫൈറ്റ് ചെയ്യാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എന്നെ നിങ്ങൾ BJP-ക്കാരനെന്നും പറഞ്ഞിട്ട് സ്റ്റാമ്പ് അടിച്ചിട്ട് ഒരു, അല്ലെങ്കിൽ ഞാനൊരു, അതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നില്ല, ഞാനൊരു മുസ്ലിം വിരോധിയാണ്, അല്ലെങ്കിൽ നസ്രാണി വിരോധിയാണ്, ഹിന്ദു തീവ്രവാദിയാണ് എന്നൊക്കെ നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടാവില്ലേ. ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള വികാരം തന്നെ. എനിക്ക് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ വല്ലാതെ കിടന്നിട്ട് പൊളിറ്റിസൈസ് ചെയ്യുന്നില്ല, അതിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് നിങ്ങൾ BJP-ക്കാരാണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഈ മതം പറഞ്ഞിട്ട് എൻ്റെ തലയ്ക്ക് കയറാൻ നിൽക്കണ്ട. കാരണം അത് എന്നോട് പറയണ്ട, എനിക്കതിൽ താല്പര്യമില്ല. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രത്തിനോട് കാണിക്കുന്ന സ്നേഹം
അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ രാഷ്ട്രീയമൊക്കെ. രാഷ്ട്രീയം നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കച്ചവടമായിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളൊരു കൊടിയുടെ പുറകിൽ നിൽക്കും. നിങ്ങളുടെ കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കൊടിയുടെ മറ പിടിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം എന്ന് വിചാരിക്കാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം രാഷ്ട്രമാണ്. നിങ്ങൾ നല്ല കാര്യം ചെയ്യുമോ, നിങ്ങൾ ചുവന്നാണെങ്കിലും ശരി. ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഞാനിവിടുത്തെ ഇപ്പോഴത്തെ എന്താണ് നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം കോവിഡും കൊറോണയും എല്ലാമാണ്. ഞാൻ ആദ്യം വിളിച്ചത് ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററാണ്. വീണ ജോർജിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ എന്ത് സഹായം വേണമെങ്കിലും മേജർ ഇവിടെ സൈഡിലുണ്ടായിരിക്കും. ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടിക്കണക്കിന് ഉൾപ്പെടെ സാധനങ്ങളെല്ലാം ഞങ്ങൾ അവർക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. അതെന്താണ്? ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് എന്ന് പറയുന്നതിനെ സഹായിക്കുക എന്നുള്ളത് അതാണ് എൻ്റെ രാഷ്ട്രം, അതാണ് എൻ്റെ രാഷ്ട്രീയം. അപ്പം പിന്നെ ഭരിക്കുന്നവർക്ക് ഞങ്ങൾ കോമ്പറ്റ് ചെയ്യും. നിങ്ങളെ ഭരിക്കാൻ സമ്മതിക്കില്ല, ഇലക്ഷനാണ്, ഞാൻ മറ്റേ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യെല്ലാം ചെയ്യും. പക്ഷെ നിങ്ങളൊരു പ്രാവശ്യം ജനങ്ങൾ തീരുമാനിച്ച് നിങ്ങളെ അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പിന്നെ രാഷ്ട്രീയമില്ല. അത് ഭരിക്കുന്നവരും ആലോചിക്കണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഞങ്ങൾ സേവനം ചെയ്യുള്ളൂ എന്നും പറയരുത്. അവിടെയാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയം ഡെമോക്രസിക്ക് ആവശ്യമാണ്. പക്ഷേ രാഷ്ട്രത്തെ മറന്നിട്ടുള്ള കളി നിങ്ങൾ കളിക്കരുത്. അവിടെ എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങളെ ആരും സെലക്ട് ചെയ്യില്ല. പിന്നെ എന്നാലും എന്തായിരിക്കും മേജറിൻ്റെ ഒരു രാഷ്ട്രീയ പക്ഷം? രാഷ്ട്രീയ പക്ഷം ഒന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ വളരെ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. മഹിളാ കോൺഗ്രസിൻ്റെ എല്ലാം ആയിരുന്നു. അത് കോൺഗ്രസിൻ്റെ കൂടെ പക്ഷേ ഈ പിന്നെ ചെന്നിത്തലയുടെ വിജയയാത്രയിൽ പങ്കെടുക്കുന്നതോടുകൂടി താങ്കളെ കോൺഗ്രസ്സുകാരനാക്കുകയും ചെയ്തു. കോൺഗ്രസ്സുകാരനാക്കിയെന്ന് ഞാനല്ലേ പറഞ്ഞു. എനിക്ക് മെമ്പർഷിപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഇവിടുത്തെ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും. ഇപ്പോൾ BJP-കാരനാണെന്ന് പറഞ്ഞിട്ടും ആ BJP-ക്കകത്ത് ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ മുഴുവൻ ഇപ്പം ദേ ആർ ഓൾ സ്റ്റാമ്പ്ഡ് ആസ് വാട്ട്. അവരുടെ ഇനിയിപ്പോൾ ഇനി അവരെല്ലാം കൂടെ വാഷ് ചെയ്യാനൊക്കെ നോക്കും. എന്തുതന്നെയാലും ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾ എവിടുത്തെയാണ്, എന്താണ് നിങ്ങളുടെ ഹെലികോപ്റ്റർ ട്രാവലിങ്ങും മറ്റൊന്നും ഇതൊക്കെ എവിടുന്ന ഈ പൈസയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇതൊക്കെ ജനങ്ങളുടെ പൈസയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കുന്ന ഇപ്പം പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ K. സുധാകരൻ എന്നുള്ള വ്യക്തിനെ ഞങ്ങൾ പഴയ ഫ്രണ്ട്സാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4-5 വർഷമായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനും പല കാര്യങ്ങളുമുണ്ട്. കാരണം വെച്ചാൽ ഒരു ചാങ്കോറ്റമുള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ പറയില്ലേ, പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ സുധാകരേട്ടനെ കാണുന്നത്. അപ്പോൾ ആ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു മാറ്റങ്ങൾ എനിക്ക് കാണാനുണ്ട്. അത് കാണട്ടെ, വരട്ടെ. അവിടെ മേജർ ഇവിടെ ഒരു സപ്പോർട്ട് ചിലപ്പം കാണുമായിരിക്കും. അവിടെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും, നല്ലത് ആര് ചെയ്താലും അവർക്കൊപ്പം എന്നുള്ളതാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം. അവിടെ ഒരു തെറ്റുകൾ കണ്ടാൽ അതിനെ വിമർശിക്കും. P. രാജീവിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ലേ? P. രാജീവിന് ഇപ്പം അദ്ദേഹം മിനിസ്റ്ററാണ്. ഞാൻ നാളെ മിനിസ്റ്റർ എന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പരയിടയ്ക്ക് രവേട്ട അതിൻ്റെ ആവശ്യമുണ്ടോ ഇത്ര ഫോർമാലിറ്റി? ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പം നിങ്ങൾ മിനിസ്റ്ററായി, അപ്പോൾ ഞാൻ ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരണം. മറ്റേ രാജീവ് എന്ന് വിളിക്കുന്ന വ്യക്തിനെ ഇന്ന് മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അദ്ദേഹത്തെ ആ പ്രോട്ടോക്കോൾ പ്രകാരം ഞാൻ അദ്ദേഹത്തെ വിളിക്കണം. ഞാൻ വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞു, എന്ത് സഹായം, അദ്ദേഹത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ ആ ചെല്ലാൻ മേലെ. ഞാൻ അവിടെ പോയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്, ഞാൻ ചെയ്യില്ല എന്ന് പറയില്ല. അപ്പം എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര സേവനമാണ്. അതിന് നിങ്ങൾ ചെയ്യും. തച്ചുടയ്ക്കുന്നത് എവിടെ നിന്നുണ്ടായാലും അതിനെ ശക്തമായിട്ട് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ സപ്പോർട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഏറ്റവും റീസെൻ്റ്ലി വളരെ ചർച്ചാ വിഷയമാകുന്നത് ഐഷ സുൽത്താന എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായികയുടെ പേരിൽ നടക്കുന്ന ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അതും ഈ ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അതിനോട് താങ്കൾ വ്യക്തിപരമായി യോജിക്കുന്നു? വ്യക്തിപരമായിട്ടെന്നാണ് ഈ ഐഷ സുൽത്താനെ ഞാൻ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ സംസാരിച്ചു. അല്ല, അവരെ ആ രണ്ട് കാര്യങ്ങളാണ്. അവരൊരു രാജ്യത്തിൽ പിന്നെ ഒരു ഒന്നാമത്തത് ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. എനിക്കും മനസ്സിലാവുന്നില്ല ആ കുട്ടിക്ക്. ഒരു സൈഡിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വേണം, എനിക്ക് ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വാപ്പ മരിച്ചുപോയി അവിടെ നിന്നുള്ളത് ഒരു സൈഡിൽ അത് പറയുന്നു. രണ്ടാമത് നടന്ന് സേവ് ലക്ഷദ്വീപ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് വേണ്ട, ഡെവലപ്മെൻറ്റ് വേണമെന്നും പറയാം. രണ്ടും ഒരാൾ തന്നെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ എനിക്ക് സംശയം. രണ്ടാമത് ആ കുട്ടി അങ്ങനൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അതറിയാതെ പറഞ്ഞു വിട്ടില്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ള മനസ്സിലായില്ല. പക്ഷെ അത് ഇത്രയും അതിനുശേഷം അവർ പറഞ്ഞു ഐ ആം സോറി ഫോർ ദാറ്റ്.
അതിനുശേഷം പിന്നീടും അതിൻ്റെ പിറകിൽ പോകാമെന്ന് പറയുന്നത് അത് കുറച്ച് വൃത്തിയായിട്ടൊരു അപ്രോച്ചാണ്. ഒരാളുടെ വായിൽ നിന്ന് ഒരു വേർഡ് പലപ്പോഴും നമ്മൾ മിസ്റ്റേക്കായിട്ട്, ഞാനിപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇപ്പം സുരേഷ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ചില വാക്ക് വേഗം ഞാൻ പറയും അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ എന്നുള്ള പറയും. അത് നമ്മൾ സംസാരിക്കുമ്പോൾ പലതും വരുമായിരിക്കും. പക്ഷെ അതിന് ശേഷം ആ കുട്ടി സോറി പറഞ്ഞതിന് ശേഷം പിന്നെയും അതിൻ്റെ പിറകിൽ കൂടിയിട്ട് പിന്നെ അവരുടെയൊക്കെ പലരുടെയും BJP-ക്കാരുടെ ചില ആൾക്കാരുടെ കോൺവെർസേഷനൊക്കെ ടെലിഫോൺ കോൺവെർസേഷനൊക്കെ ലീക്ക് ഔട്ടായിട്ടുണ്ട്. നമ്മളത് ഇത് തന്നെ ഒരു ചാൻസ് എന്നൊക്കെ പറയാം. ദാറ്റ്സ് നോട്ട് ഓൾവേസ് വിക്ടിമൈസിങ് സംബഡി. അത് നിങ്ങൾ അതെല്ലാം ഞാൻ പറയും, ഈ പൊളിറ്റിസൈസിങ് ദീസ് തിങ്സ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. നിങ്ങൾ പൊളിറ്റിസൈസ് ചെയ്ത് വിക്ടിമൈസ് ചെയ്യുക, ഒരാളെ കൊണ്ട് ഒരു ഫുൾ കമ്മ്യൂണിറ്റീനെ മുഴുവൻ വിക്ടിമൈസ് ചെയ്യുക, ദാറ്റ്സ് എ ബാഡ് തിങ്. സ്റ്റോപ്പ് ഇറ്റ്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ വേറെ എന്താ ഉള്ളത് അതിനകത്ത്? അതായത് അത്തരം ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചുമത്തേണ്ട ആവശ്യമില്ലായിരുന്നില്ല. കാരണം അവർ അത് പിന്നെ ഒന്നാമത്തെ ആ കുട്ടി യൂസ് ചെയ്ത വേർഡ് കുട്ടിക്ക് തന്നെ അറിയില്ല എന്താണ് പറഞ്ഞതെന്നുള്ളത്. അതെ, അതിൻ്റെ ഒരു ബയോ കെമിക്കൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വെപ്പൺ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് പറയുക, അത് വിവരമില്ലാതെ പറഞ്ഞിട്ടുള്ളതാണത്. ഞാൻ അങ്ങനെയാണ്, അല്ലാതെ ഒരു ഇൻറ്റൻഷൻ കൂടിയിട്ട് ഇന്ത്യ അത് ചെയ്തു. ഐ ഡോണ്ട് മീൻ. ആൻഡ് ഷീ സെഡ് ദാറ്റ് ഐ ആം സോറി ഫോർ ദാറ്റ്, ഇറ്റ്സ് എ മിസ്റ്റേക്ക്. അപ്പോൾ അതവിടെ തീരണമായി, അതവിടെ തീരേണ്ടതായിരുന്നു. പിന്നെ അതിൻ്റെ പിറകിലും കൂടിയിരിക്കുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓരോരോ ഇപ്പം അവിടെ ഡെവലപ്മെൻറ്റ് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വരണം, ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതും ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ടു വേസും ഇല്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് അതിൻ്റെ മുകളിലങ്ങ് തൂങ്ങിത്തിരിഞ്ഞിട്ട് ഒരാളെ വിക്ടിമൈസ് ചെയ്യുക എന്നുള്ളത് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഏറ്റവും പുതിയ സിനിമാ വിശേഷം എന്താണ്? പുതിയ സിനിമാ വിശേഷം ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ലവ് സ്റ്റോറി. അതൊരു ടീനേജ് ലവാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ സുരേഷ് ഗോപി, ആശാ ശരത്തിനാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ കോവിഡും പ്രാരാബ്ദങ്ങളും കഴിഞ്ഞിട്ട് നമ്മളത് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും പുതിയ സിനിമകൾ വളരെ പെട്ടെന്ന് വരട്ടെ, കോവിഡെല്ലാം മാറട്ടെ, കൂടുതൽ സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ, കൂടുതൽ നടനായിട്ട് കൂടുതൽ ക്ഷോഭിക്കട്ടെ, ഒപ്പം രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായിട്ട് ഇടപെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.